നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. എന്തായാലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന്റെ തിരക്കിലാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എവിടെ നിന്നും മത്സരിക്കുമെന്നതാണ്. ഇതിനോടകം പല അഭ്യൂഹങ്ങൾ വന്നു കഴിഞ്ഞു. പല അഭിപ്രായ സർവേകളും നമ്മൾ വിശദമായി തന്നെ വിശകലനം ചെയ്യുകയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബംഗാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ TV CNX അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഇക്കുറി BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ കനത്ത പോരാട്ടം തന്നെ നടക്കും എന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളായിരുന്നു BJP പശ്ചിമ ബംഗാളിൽ നിന്നും നേടിയത്. അത് 20 സീറ്റുകളായി വർദ്ധിക്കുമെന്നാണ് ഈ അഭിപ്രായ സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ 22 സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ ഇക്കുറി 21 സീറ്റുകൾ മാത്രമേ നേടൂ എന്നുകൂടി അഭിപ്രായ സർവേ പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് നേടിയ കോൺഗ്രസ് ആവട്ടെ 1 സീറ്റ് നഷ്ടപ്പെടുത്തും എന്നുകൂടി ഇവർ പറയുന്നു. ഇനി സംസ്ഥാനത്തിന്റെ ഓരോ പ്രാദേശികമായ പ്രത്യേകതകൾ എടുത്തുകൊണ്ട് ആ പ്രദേശത്തെ സീറ്റുകൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ നോർത്ത് ബംഗാളിൽ BJP 6 സീറ്റുകൾ നേടി ആധിപത്യം സ്ഥാപിക്കുമെന്ന അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ ഇവിടെ നിന്നും വെറും 2 സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ. ഇനി തെക്ക് കിഴക്കൻ ബംഗാളിലേക്ക് വരുമ്പോഴാവട്ടെ അവിടെ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 12 ആണ്. ഇതിൽ 8 സീറ്റുകളും നേടിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കും. BJP ആവട്ടെ 3 സീറ്റുകൾ അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 1 സീറ്റ് മാത്രമേ ഈ തെക്ക് കിഴക്കൻ ബംഗാളിൽ നിന്നും നേടാൻ സാധിക്കുകയുള്ളൂ. 5 സീറ്റുകളോളം അടങ്ങുന്ന ഗ്രേറ്റർ കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസ് 4 സീറ്റുകളിലും BJP 1 സീറ്റിലും വിജയിക്കുമെന്നുകൂടി ഈ പ്രവചനം പറയുന്നുണ്ട്. അവസാനമായി 17 സീറ്റുകളുള്ള തെക്ക് പടിഞ്ഞാറ് ബംഗാളിലാവട്ടെ BJP 10 സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് എന്നും 7 സീറ്റുകളുടെ വിജയത്തോടു കൂടി തൃണമൂൽ കോൺഗ്രസ് അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുമെന്നുകൂടി അഭിപ്രായ സർവേ പറയുന്നുണ്ട്. ഇനി വോട്ട് വിഹിതം സംബന്ധിച്ചും ചില സുപ്രധാന പരാമർശങ്ങൾ ഈ സർവേയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. തൃണമൂൽ കോൺഗ്രസ് 44.5% വോട്ട് അവിടെ നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. BJP ആവട്ടെ 43% വോട്ടായിരിക്കും നേടുന്നത്. ഇടത് മുന്നണി 5.68% വോട്ട് വിഹിതം നേടുമ്പോൾ കോൺഗ്രസ് തൊട്ട് പിന്നിലായി 3.62% വോട്ട് മാത്രമേ നേടുകയുള്ളൂ എന്നും പറയുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന് തന്നെയാണ് ഈ സർവേ നൽകുന്ന സൂചന. 1-2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആര് വിജയിക്കും, ആരായിരിക്കും ഏറ്റവും കൂടുതൽ MPമാരെ പാർലമെന്റിലേക്ക് അയക്കുക എന്നത് വലിയ സസ്പെൻസ് ആയി തന്നെ തുടരുന്നുണ്ട്. സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ വലിയ ഒരു പ്രതിസന്ധിയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ചയാക്കപ്പെടുന്നുമുണ്ട്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ട് താനും. അതിനിടയിലാണ് BJPയുടെ ശുഭപ്രതീക്ഷകൾക്ക് കൂടുതൽ തെളിച്ചമേകിക്കൊണ്ട് ഈ സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.